ഫഹദ് ഫാസിൽ കുതിരേനെ കുതിരയായിട്ട് പുള്ളി ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളത്ത് ചെന്നൈയിലൊക്കെ ആയിട്ട്. അങ്ങനെ ഒരു വാർത്ത ഇപ്പൊ കേൾക്കുന്നുണ്ട്. കുതിരേനെ പുള്ളി സ്വന്തമായിട്ട് മേടിച്ചോ എന്നുള്ള അത് കേൾക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഓടും കുതിര ചാടും കുതിര എന്ന് പറഞ്ഞ പടത്തിന്റെ അഭിനയമായിട്ടുള്ള വാർത്തകളാണ് വരുന്നത്. അല്ലാതെ ഫഹദ് എന്ന മനുഷ്യൻ കുതിരേനൊന്നും മേടിച്ചിട്ടില്ല. ചിലപ്പോൾ മേടിക്കായിരിക്കും. അപ്പൊ അൽതാഫ് സലീം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ ചിത്രമാണ് ഓടും കുതിര ചാടും കുതിര. വെള്ളം കണ്ടാൽ നിൽക്കും കുതിര അതില്ല. ഓടും കുതിര ചാടും കുതിര, ഇതാണ് സിനിമയുടെ പേര്. ഈ അൽതാഫ് സലീമിന്റെ രണ്ടാമത്തെ ചിത്രമാണ്. ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഒരുക്കുന്ന, കുറെ കാലമായി ഇങ്ങനെ സിനിമയുടെ പരിപാടിയായിട്ട് പോകുന്നു. പക്ഷെ സിനിമ സംവിധാനമായിട്ട് രണ്ടാമത്തെ ചിത്രം വന്നപ്പോൾ ഇത്തിരി വൈകിപ്പോയി. പക്ഷെ പടത്തിന്റെ പേര് എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായതേ, ഈ അൽതാഫ് സലീം ഒരിക്കൽ ഇപ്പൊ രണ്ട് സിനിമയുടെ പേരിന് ഓരോരോ ജീവികളുടെ പേരായിട്ട് അതിന്റെ ചേർക്കപ്പെടുന്നുണ്ട് അല്ലേ. ആദ്യത്തെ സിനിമയ്ക്ക് ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള, അതിൽ ഞണ്ടുണ്ട്. രണ്ടാമത്തെ സിനിമ ഓടും കുതിര ചാടും കുതിര, അതിൽ കുതിരയുണ്ട്. അപ്പോ അൽതാഫ് സലീം ഒരുക്കുന്ന ഈ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ, രേവതി പിള്ള ഇവരൊക്കെ നായികമാരായി മാറുന്നു. കോമഡിയും പ്രണയവും കൂടി കൂട്ടി കലർത്തിക്കൊണ്ടുള്ള ഒരു കഥ പറച്ചിലാണ് ഈ സിനിമ ഒരുക്കുന്നതെന്നാണ് കേൾക്കുന്നത്. കാരണം കോമഡിയും പ്രണയവും ഇപ്പോഴത്തെ ഓരോ ട്രെൻഡ്. കോമഡി ഉണ്ടെങ്കിൽ പ്രണയമുണ്ട്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവി ടച്ചിൽ ഒരുക്കുന്ന സിനിമയാണ് ഓടും കുതിര ചാടും കുതിര. ഫഹദ് ഫാസിൽ ആവേശ സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ പടത്തിലേക്കാണ്, മലയാള പടം എന്ന് പറയാവുന്ന ഒരു പടത്തിലേക്ക് ചാടി വന്നിട്ടുള്ളത് ഈ കുതിരയുടെ മേലിലേക്കാണ്. അപ്പൊ കുതിരയുടെ മുകളിൽ കയറി ഇങ്ങനെ ഇരുന്ന് പോകുന്ന ഒരു പോസ്റ്ററൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ അടുക്ക്, കണ്ടിരുന്ന. അപ്പൊ വിനയ് ഫോർട്ടിൽ, ലാല്, സുരേഷ് കൃഷ്ണ, രഞ്ജി പണിക്കർ ഒക്കെ അഭിനയിക്കുന്ന ഒരു അടിപൊളി സിനിമയായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ ഈ പടത്തിൽ അൽതാഫ് സലീം എന്തെങ്കിലുമൊക്കെ ഒരു മികച്ച കോമഡി ഉണ്ടാക്കാതിരിക്കില്ല. കാരണം ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള എന്ന് പറഞ്ഞ പടം ഉണ്ടല്ലോ, നമുക്ക് നല്ലതുപോലെ അത്രയേറെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങാൻ പറ്റിയൊരു സിനിമ തന്നെയായിരുന്നു. ഒരു കൊച്ചു സിനിമ അത് വലിയൊരു കാര്യത്തെ ലഘുവായിട്ട് ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ തലത്തിലാണ് അദ്ദേഹം ഒരുക്കിയത്. അപ്പൊ ഈ സിനിമയിലും പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓടും കുതിര ചാടും കുതിര ഒരു കടുങ്കഥ അല്ലെങ്കിൽ ഒരു കൊച്ചു പാട്ട് പോലെ പറയാവുന്ന സിനിമയാണെന്ന് വിചാരിക്കെങ്കിലും അതല്ല. സിനിമയുടെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള സന്ദർഭങ്ങളും ആ ഒരു മുഹൂർത്തങ്ങളും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പായിരിക്കും. അൽതാഫ് സലീം മികച്ചൊരു കഴിവുള്ള ഒരു നടനും തിരക്കഥാകൃത്തും സംവിധാനം കൂടിയാണ്. അപ്പൊ ഈ പടം അടിപൊളിയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഫഹദ് ഫാസിലിന്റെ ഫുൾ നെയിം എന്താണെന്നറിയോ? അത് വെറൈറ്റിയാണ് കേട്ടാ. അബ്ദുൾ ഹമീദ് മുഹമ്മദ് ഫഹദ് ഫാസിൽ, അതാണ് ഫുൾ നെയിം. അപ്പൊ അത് മറക്കണ്ട. അതും കൂടി ഞാൻ അങ്ങോട്ട് ഓർത്ത് പറയുകയാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ ബൈ.